ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസ് വഴി സ്വിറ്റ്സർലൻഡിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കോ. നമ്മൾ ഈ കാരവാനിലാണ് പോകുന്നത്. കാരവാൻ നമ്മൾ ലേ ഷെഡിൽ വഴിയാണ് കാരവാൻ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് സമുദ്രത്തിന് അടിയിൽ കൂടെ ഉള്ളൊരു റെയിൽ സർവീസ് ആണ്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെയും കാണണം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ കാരവാൻ ട്രിപ്പിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്രാൻസിലേക്ക് നമ്മൾ എങ്ങനെയാണ് കാരവാൻ കൊണ്ടുപോകുന്നത്, സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വഴിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വായോ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കാരവാൻ അഥവാ മോട്ടോർ ഹോം. അത് നമ്മൾ ജസ്റ്റ് ഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നാണ് ഹയർ ചെയ്തത്. ഇതിന് 9 ഡേയ്സിലേക്കുള്ള പ്രൈസ് 1300 പൗണ്ടാണ്. നമ്മൾ 19 ജൂലൈയിലാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പോയത്. അപ്പോൾ 18 ജൂലൈയിലാണ് പോയി വണ്ടി കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ വണ്ടി കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2500 പൗണ്ട് ഒരു സേഫ് ഡിപ്പോസിറ്റ് കൊടുക്കണം. അത് റീഫണ്ടബിൾ ആണ്. നമ്മൾ വണ്ടിക്ക് ഡാമേജ് ഒന്നും വരുത്തിയില്ലെങ്കിൽ അവർ ആ പൈസ അതുപോലെ തന്നെ നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. ഇത് വളരെ ലാഭമായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ വർഷം അച്ഛനും അമ്മയും വന്ന സമയത്ത് നമ്മളൊരു കാരവാൻ ഹയർ ചെയ്ത് വെയിൽസിൽ പോയിരുന്നു. അത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരുന്നു നമുക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് മച്ച് ചീപ്പറായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസും ആയിരുന്നു ഇത്. ഇതിനകത്ത് ഒരുപാട് കബോർഡുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ 100% ഹാപ്പി ആയിരുന്നു. കണ്ടില്ലേ, ഇതാണ് ഫ്രണ്ട് ക്യാബിൻ. ഒത്തിരി കബോർഡുകളുണ്ട് മുകളിൽ. ഇത് പുതിയ കാരവാനാണ്, 2025 ആണ്. ഒരു 3 months പഴക്കവേ ഉള്ളൂ. ഇതിൻ്റെ ആദ്യത്തെ ലോങ് ട്രിപ്പാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു ഡൈനിങ് ടേബിളും 4 പേർക്കിരിക്കാനുള്ള സോഫയൊക്കെ ഉണ്ട്. അത് നമുക്ക് മടക്കി ബെഡായിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് നമ്മുടെ കിച്ചൻ്റെ വർക്ക് ടോപ്പ് വരുന്നത്. ഗ്യാസാണ് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന്. അത് അടിയിൽ കാരവാൻ്റെ അടിഭാഗത്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ ഓവനുണ്ട്. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സിങ്ക് ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു ലോങ് കബേർഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് വാഷ്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ഷവർ റൂമും ഉണ്ട്. അത്യാവശ്യത്തിന് നമുക്കൊന്ന് ഷവർ എടുക്കുകയോ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ എനിവേ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിനകത്ത് സ്ലീപ്പ് ചെയ്യേണ്ടവർക്ക് ഇതിനകത്താണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമുക്ക് ഈ ബാത്റൂം സഫീഷ്യൻ്റ് ആണ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പുറകിൽ നമുക്കിത് സോഫയായിട്ടും ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡായിട്ടും ഇത് നിവർത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഫ്രണ്ടിൽ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലായിട്ട് ഒരു ഡബിൾ ബെഡ് ഉണ്ട്. അത് നമുക്ക് റിമോട്ട് വെച്ച് താഴേക്കും മുകളിലേക്കും ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, നമ്മൾ ഇത് എവിടെയെങ്കിലും ഓവർനൈറ്റ് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബെഡ് താഴ്ത്തി വെച്ചിട്ട് ഇവിടെയും 2 പേർക്ക് കിടക്കാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും ഇടയ്ക്ക് ക്യാമ്പിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ. അപ്പം ഇതൊക്കെയാണ് കാരവാൻ്റെ ഉള്ളിലെ കാഴ്ചകൾ. അതുപോലെ തന്നെ കാരവാൻ്റെ പുറകുവശം അടിയിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ 19ന് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഒരു 4:45 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും തിരിച്ചു. സ്വിറ്റ്സർലൻഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഫുഡെല്ലാം നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് റോ മെറ്റീരിയൽസും കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് അവിടെ കുക്ക് ചെയ്യാനായിട്ട്. നമ്മളൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ, അത് സെൽഫ് കാറ്ററിംഗ് ആണ്. അവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ നമ്മൾ കാരവാനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാരവാനിലാണെങ്കിലും ഫുഡ് നമുക്ക് ചൂടാക്കി കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കണക്കാക്കി നമുക്ക് വേണ്ടുന്ന ഫുഡെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം സ്വിറ്റ്സർലൻഡിൽ ഫുഡിൽ നല്ല വിലയാണ്.
നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഒരുപാട് കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുഡെല്ലാം കരുതി ഈ ക്യാരവാനിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു റീസണും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാരവാൻ ഫ്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലേ ഷട്ടിൽ വഴിയാണ്. ലേ ഷട്ടിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേരത്തെ ലേ ഷട്ടിലിനെ അറിയപ്പെട്ടിരുന്നത് യൂറോ ടണൽ എന്നാണ്. യൂറോ ടണൽ എന്ന് പറയുന്നത് അഥവാ അല്ലെങ്കിൽ ലേ ഷട്ടിൽ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ്. അതായത് ഫ്രാൻസിനെയും UK തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചാനൽ ടണലാണ്. അതായത് UK ഫോക്സ്റ്റോൺ എന്ന സ്ഥലവും ഫ്രാൻസിലെ കലൈസ് എന്ന് പറയുന്ന സ്ഥലത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ചാനൽ ടണലാണ് ഈ ലേ ഷട്ടിൽ സർവീസ് എന്ന് പറയുന്നത്. ലേ ഷട്ടിൽ സർവീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇതൊരു വലിയ ഏരിയയാണ്. നമ്മുടെ ഹീത്രൂവിൻ്റെ ഒരു ടെർമിനലോളം തന്നെ വലിപ്പമുണ്ട്. അതുപോലെ തന്നെ അകത്ത് ഇവരുടെ ബിൽഡിങ്ങിനകത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും അതുപോലെ ഫുഡ് കോർട്ടുകളും ഒക്കെ ഉണ്ട്. വലിയൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷട്ടിൽ സർവീസിൻ്റെ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. 8 o'clock ആയിരുന്നു നമ്മുടെ ടൈം. അപ്പോൾ നമ്മളിപ്പോൾ പാസ്പോർട്ട് ചെക്കിനായിട്ട് ക്യൂവിൽ നിൽക്കുവാണ്. ഓരോ വാഹനങ്ങളും അതിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. ബോർഡർ കൺട്രോളിൻ്റെ എമിഗ്രേഷൻ കസ്റ്റംസ് ചെക്കിനൊക്കെ വേണ്ടിയിട്ട്. അവർ വളരെ വിശദമായിട്ട് തന്നെ ഓരോ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ ഓഫീസർ വന്ന് സുനിലേട്ടനോട് ചോദിച്ചു നമ്മുടെ ഗ്യാസ് ഓഫ് ആണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞിട്ടും പുള്ളി സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പുള്ളിക്കത് കാണണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് തുറന്ന് കാണിച്ചു. അടുത്ത് നമ്മൾ പാസ്പോർട്ട് ചെക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് എന്നോട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. എല്ലാവരുടെയും പാസ്പോർട്ടും ആൾക്കാരെയൊക്കെ വെരിഫൈ ചെയ്തു. അവർ സ്റ്റാമ്പ് ചെയ്ത് തരുവാണ് നമുക്കിപ്പോൾ. ഇപ്പോൾ ഇവിടുത്തെ ബോർഡർ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വാഹനം നമ്മുടെ റെയിലിലേക്ക് കൊണ്ടുപോവാണ്. നമുക്കിത് ഫെറി വഴി വേണമെങ്കിലും കൊണ്ടുപോകാം നമ്മുടെ വാഹനങ്ങൾ ഫ്രാൻസിലേക്ക്. പക്ഷേ ഫെറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. ലേ ഷട്ടിലാണ് കുറച്ചുകൂടെ ഫാസ്റ്റ്. ഒരു 20 to 35 minutes നമ്മൾ ഫ്രാൻസിലെത്തും. നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകാനുള്ളത് കൊണ്ടാണ് നമ്മൾ ലേ ഷട്ടിൽ തന്നെ പ്രിഫർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓരോ വാഹനങ്ങളും ഇങ്ങനെ പതിയെ പതിയെ റെയിലിലേക്ക് കയറ്റാൻ പോവുകയാണ്. അപ്പം നമ്മളും നമ്മുടെ ടേൺ വെയിറ്റ് ചെയ്യുവാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിനകത്ത് തന്നെ സ്റ്റേ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വണ്ടി ഓഫ് ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കാം, അല്ലെങ്കിൽ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനൊക്കെയുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. നമ്മുടെ ട്രെയിൻ അവിടെ വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മളും ട്രെയിനിനകത്തേക്ക് പ്രവേശിക്കുവാണ്. എന്ത് ഭംഗിയാന്ന് നോക്കൂ ട്രെയിനിൻ്റെ ഉൾവശം കാണാനായിട്ട്. ഇത് ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കേട്ടോ. പാസഞ്ചർ ട്രെയിൻ പോലെ തന്നെ ഓരോ കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ്. ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാക്സിമം 3-4 വെഹിക്കിൾസ്, അതായത് വാഹനങ്ങളുടെ വലിപ്പം അനുസരിച്ചാണ് എത്ര വാഹനങ്ങൾ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളതിനെ നിശ്ചയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളും പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡ് കുറച്ച് നമുക്ക് ഇതിനകത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ളായി കഴിയുമ്പോൾ അവരത് ഷട്ടർ വെച്ച് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് സെക്യൂർ ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷട്ടർ താഴ്ന്നു വരുന്നത്. അതുപോലെ ആ ലേഡി ഓഫീസർ നമ്മളോട് വന്ന് പറഞ്ഞു നമ്മുടെ എൻജിൻ ഓഫാക്കണം, ഓഫാക്കി കഴിഞ്ഞ് ഹാൻഡ് ബ്രേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് വാഹനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഒരു മാക്സിമം 3 വാഹനങ്ങളാണ് നമ്മുടെ ഈ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. ഇപ്പോൾ ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടണലിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ടണലിലേക്ക് കയറാൻ പോവുകയാണ് ട്രെയിൻ. ഇപ്പോൾ നമ്മളിതേ ഫ്രാൻസിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ വാഹനങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, സമുദ്രത്തിനടിയിൽ കൂടെ ഉള്ളൊരു ടണലാണ്. എന്തുമാത്രം ഹ്യൂമൻ എഫേർട്ട് ഉണ്ടായിരുന്നിരിക്കുമല്ലേ ഇങ്ങനൊരു ടണലൊക്കെ ഇങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓർക്കുമ്പം എനിക്കത് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പം നമ്മുടെ വാഹനങ്ങളെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ ഇന്നത്തെ ട്രിപ്പിൽ നമ്മുടെ മക്കളും അതുപോലെ തന്നെ ശ്യാമള ചേച്ചിയുണ്ട്. ശ്യാമള ചേച്ചിയെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എൻ്റെ പല വ്ളോഗിലും കണ്ടിട്ടുണ്ട്. ചേച്ചി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. മോറോവർ ഞങ്ങൾക്ക് ചേച്ചി ഞങ്ങളുടെ അമ്മയെ പോലെയാണ്, വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അപ്പം നമ്മൾ ഏത് ട്രിപ്പിന് പോയാലും ചേച്ചി നമ്മുടെ കൂടെ കാണും. അപ്പം എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. ഹലോ, ദേ ശ്യാമള ചേച്ചി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുവാണേ. ഇവിടെ ഒരാൾ മുഖം കാണിക്കണ്ടെന്ന് പറഞ്ഞ് ഹൈഡ് ചെയ്തിരിപ്പുണ്ട് ഞങ്ങളുടെ സുന്ദരി. ദേ സുന്ദരൻ ഇവിടെ ഇരിപ്പുണ്ട്. പുറകിൽ വിശാലമായിട്ട് ഒരു ട്രിപ്പിൾ കോട്ടിൽ ഇങ്ങനെ കിടക്കുവാ ആശാൻ. ചേച്ചിയും ലക്ഷ്മിയും കൂടെ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വീണ്ടും ക്യാമറ കണ്ടപ്പോൾ അവള് മുഖം പൊത്തുവാണ്, അവളെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഫ്രാൻസിലേക്ക് കയറിയ ഉടനെ നമ്മുടെ ഡ്രൈവിംഗ് റൈറ്റ് സൈഡായി. UK നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡ്രൈവിംഗ് ആയിരുന്നു. ഫ്രാൻസിലെ അതിവിശാലമായ റോഡാണ് ഇപ്പോൾ കാണുന്നത്. റോഡിൻ്റെ 2 സൈഡിലും ധാരാളം കൃഷി സ്ഥലങ്ങളാണ്. ഗോതമ്പും ചോളവും അതുപോലെ തന്നെ സൂര്യകാന്തിയും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ടും കൃഷി ചെയ്യുന്നത്. ഈ റോഡിൻ്റെ സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കച്ചിയൊക്കെ ഇങ്ങനെ റോളാക്കി ഇട്ടേക്കുന്നത്. അത് മെഷീൻ കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആയാലോ? കുക്കിംഗ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പൊ ഫ്രാൻസിലാണ് ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇടിയപ്പം മുട്ടക്കറി. അപ്പൊ അതൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ഓവനുണ്ട്, പക്ഷെ നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചൊന്ന് ആവി കയറ്റി ചൂടാക്കി എടുക്കാന്ന് വിചാരിക്കുക. നമുക്കിവിടെ കുക്ക് ചെയ്യാൻ ഫെസിലിറ്റീസ് ഉണ്ടല്ലോ, അപ്പൊ അത് നമ്മുടെ നാടൻ തട്ടുകടയില് മുട്ട റോസ്റ്റും ഇടിയപ്പവും റെഡി. ഓക്കെ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡിയായി. ചായയും തിളച്ചു, ഇടിയപ്പവും മുട്ടക്കറിയും. എവിടെ ചെന്നാലും മലയാളി പൊടിയല്ലേ. നമ്മൾ ഫ്രാൻസിലാണേലും നാടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ ലണ്ടനിലെ വീട്ടിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന അക്കോമഡേഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 633 മൈലാണ്. അതായത് നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ നമ്മളൊരു 11.5 മണിക്കൂർ കൊണ്ട് സ്വിറ്റ്സർലൻഡിലെത്തും. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ നമ്മുടെ ലഞ്ച് ബ്രേക്കാണ്. ചപ്പാത്തിയും പനീർ കറിയുമാണ് ഇന്നത്തെ ലഞ്ചിന്. സുനിലേട്ടനെയും ചേച്ചിയെയും മാത്രമേ കാണാൻ പറ്റൂ. കുട്ടികൾ ഒളിച്ചു, അവരെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി കാരവാനിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്തുകൂടിയാണ് നമ്മൾ പോകുന്നത്. ഇത് ടോൾ പ്ലാസയാണ്, ടോളാണ്. ഇത് 5ാമത്തെ ടോളാണ് ഫ്രാൻസിലെ. ടോള് കൊടുത്ത് നമ്മൾ സത്യത്തിൽ മടുക്കും. ഇത് 5ാമത്തെ ടോളിൽ മൊത്തം നമ്മൾ 96 യൂറോയാണ് ഈ 5 ടോളിനും കൂടെ പേ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ടോളൊക്കെ പേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിലും അല്ലാതെ തന്നെ അവിടുത്തെ പേയ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു വൈസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെർലിംഗ് പൗണ്ട് നമ്മൾ ഏത് രാജ്യത്തിലേക്കാണോ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിലെ കറൻസി ആയിട്ട് നമുക്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ട്രാൻസാക്ഷൻ ഫീ ഉണ്ട്. അതല്ലാതെ നമ്മൾ ഓരോ ടൈമിലും നമ്മുടെ കാർഡ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഫ്രാൻസിലാണെങ്കിൽ അവിടെ കൊടുക്കുന്ന സമയത്ത് അവരൊരു സെപ്പറേറ്റ് ട്രാൻസാക്ഷൻ ഫീ അന്നേരം ചാർജ് ചെയ്യില്ല. ഒരൊറ്റ ട്രാൻസാക്ഷൻ ഫീ മാത്രമേ എടുക്കത്തുള്ളൂ. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വൈസ് കാർഡ് അപ്ലൈ ചെയ്ത് അത് കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടോളൊക്കെ പേ ചെയ്തേക്കുന്നത്. ചേച്ചി ഇവിടുത്തെ ബ്യൂട്ടി എൻജോയ് ചെയ്യുക. ഗോതമ്പ് കളഞ്ഞു കിടക്കുന്നതാണ്. ഇത്രയും കൃഷി നമ്മൾ എങ്ങും കണ്ടിട്ടില്ലേ ഇംഗ്ലണ്ടില്. 2018 ഫ്രാൻസിൽ വന്നിട്ടുണ്ട്. അത് ഫ്ലൈറ്റിലാണ് വന്നത്. ആദ്യമായിട്ടാണ് റോഡ് മാർഗം ഫ്രാൻസിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഈ തവണ എന്നെ വിസ്മയിപ്പിച്ച ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ കൃഷി തന്നെയാണ്. ഹൈവേയുടെ 2 സൈഡിലും 1 ഇഞ്ച് സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ മുഴുവൻ കൃഷിയാണ്. അത് ഗോതമ്പും ചോളവും സൂര്യകാന്തിയും ഒക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ ഇറിഗേഷൻ സംവിധാനമാണ്. വളരെ ടെക്നിക്കൽ പരമായിട്ടാണ് ഈ പാടത്തെല്ലാം ഇറിഗേഷൻ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ നിന്നും നിർത്തി വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. ഹാർഡ് ഷോൾഡർ ഒന്നും ഇല്ലായിരുന്നു ആ സ്ഥലത്തൊന്നും. അതുകൊണ്ടാണ് അത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ പോയത്. അങ്ങനെ ഫ്രാൻസിലെ വിസ്മയിപ്പിക്കുന്ന കൃഷിക്കാഴ്ചകൾ കണ്ടിട്ട് ഞാനൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയേ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് ഫ്രാൻസിലാണെന്നും അവരാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഗോതമ്പും ചോളവും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും ഒക്കെ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് O2 ആണ് കേട്ടോ. O2 ഞങ്ങൾക്ക് ഫ്രീ റോമിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലായിടവും നല്ല റേഞ്ചും ഉണ്ടായിരുന്നു. ഫോണിന് നല്ല കണക്ഷനായിരുന്നു. ഇൻ്റർനെറ്റും ത്രൂ ഔട്ട് അവൈലബിൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ്, ഈ സ്ലീപ്പ് റോഡിൽ കൂടി നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ മുതൽ തന്നെ നിങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിന്റെ ബ്യൂട്ടി കാണാൻ പറ്റും. ഇത്രയും നേരം കണ്ട ഒരു പ്രകൃതി ഭംഗിയല്ല ഇവിടെ മുതൽ. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫ്രാൻസിൽ കൂടെ വരുമ്പോൾ നല്ല ചൂടായിരുന്നു. പക്ഷെ സ്വിറ്റ്സർലൻഡിലേക്ക് എത്തുമ്പോൾ ഒരു കുളിർമയുള്ള ഒരു കാറ്റാണ്. ഇപ്പോൾ രാത്രി ഏകദേശം 9 മണിയോട് അടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഇവിടെ അസ്തമയം ആയിട്ടില്ല. നല്ല വെട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇത് കണ്ടോ, ഒരു വലിയ ടണലാണ്. ഇതിൻ്റെ മുകളിലൂടെ ആ വൃക്ഷങ്ങളും പാറയും എല്ലാം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു തുരങ്കമാണിത്. ഇവിടെ ഓരോ സ്ഥലത്തും ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ പ്രകൃതിയെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. റോഡുകളൊക്കെ ആണെങ്കിലും സ്വിറ്റ്സർലൻഡിൽ കൂടെയുള്ള റോഡുകളെല്ലാം ഹെയർ പിൻ വളവുകളാണ്. അതൊന്നും നോക്കാൻ വേണ്ടിയിട്ടൊന്നും അവരവരുടെ പ്രകൃതിയെ ഒട്ടും നശിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മൾ അവരെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്ര ദൂരത്തിലാണെന്ന് നോക്കിക്കേ ഈ ടണൽ. ഇത് മുഴുവൻ പാറ തുരന്ന് ഉണ്ടാക്കിയേക്കുന്ന ഒരു ടണലാണ്. നമ്മുടെ 7 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിന് ഒരാൾക്ക് ചിലവായ തുകയെന്ന് പറയുന്നത് 1039 പൗണ്ടാണ്. അത് നമ്മൾ ഫ്ലൈറ്റിൽ സ്വിറ്റ്സർലൻഡിൽ പോയി അവിടെ നിന്ന് വണ്ടി ഹയർ ചെയ്ത് അവിടെയൊക്കെ കറങ്ങുന്നതിലും ലാഭമായിട്ടാണ് തോന്നിയത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വൈസ് കാർഡ് വേണം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും ട്രാൻസാക്ഷൻ സൗകര്യങ്ങൾ വേണം. അതുകൂടാതെ കുറച്ച് കോയിൻസ്, സ്വിസ് ഫ്രാങ്കിൻ്റെ കുറച്ച് കോയിൻസ് നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കണം. അത് അവരുടെ നാണയം തന്നെ ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്ത് പാർക്കിങ്ങിന് കോയിൻ തന്നെ വേണം. അവിടെ പേ ബൈ ഫോൺ ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ പലയിടത്തും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷനെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്തു പാർക്കിങ്ങിന്.
പിന്നെ ജംഗ്ഫറോ പോലെയുള്ള വലിയ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കൗണ്ടറിൽ തന്നെ നമുക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പേ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനോ ചെറിയ ഷോപ്പിങ്ങിനോ അങ്ങനെയൊക്കെ പോകുന്ന സ്ഥലത്താണ് നമുക്ക് ഇങ്ങനത്തെ കോയിൻസിൻ്റെ ആവശ്യം വരുന്നത്. അല്ലാതെ മെയിൻ അട്രാക്ഷൻസിനൊക്കെ നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് തന്നെ പേ ചെയ്യാൻ പറ്റും. നമ്മൾ ലുസേൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തേക്കുന്നത്. അത് സൂറിക്കിനടുത്ത് തന്നെയാണ്. ഇവിടെ നിന്നും ഈ ബോർഡറിൽ നിന്നും നമ്മുടെ അക്കോമഡേഷനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറാണ്. അത് ഒരു ഗ്രാമമാണെന്നും പറയാം, ഒരു ചെറിയ സിറ്റിയാണെന്നും പറയാം. ഇപ്പം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. എന്നിട്ടും ആ പ്രകൃതി ഭംഗി കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കൂ. നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തത് Airbnb വഴിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സെയിം അക്കോമഡേഷൻ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20% ഓഫറുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരെ കണക്ട് ചെയ്ത് തരാൻ പറ്റും. നല്ലൊരു അക്കോമഡേഷൻ ആയിരുന്നു, നല്ല ഹോസ്റ്റും ആയിരുന്നു. ഞങ്ങൾ 100% ഹാപ്പി ആയിരുന്നു അവിടെ സ്റ്റേ ചെയ്തിട്ട്. നല്ലൊരു ഏരിയയുമായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ഒരു 20 വർഷത്തെ ആഗ്രഹ സഫലീകരണമാണ് ഇപ്പം നടക്കുന്നത്. എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡ് വന്ന് കാണണം എന്നുള്ളത്. ഇത്രയേറെ ഞാൻ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള മറ്റൊരു രാജ്യമില്ല. പൗലോ കൊയ്ലോ പറഞ്ഞിട്ടില്ലേ, നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുവാണെങ്കിൽ യൂണിവേഴ്സ് പോലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അതുപോലെയാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതേ ഗോതമ്പ് പാടമാണ് കേട്ടോ. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് മണികളാണ്. കൊയ്യാൻ പാകത്തിനായിട്ടുള്ള പാടമാണിത്. ഇവിടെ നിർത്തി ഇത് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വളരെ ടയേർഡാണ്. സാരമില്ല, ഇനിയുള്ള വ്ളോഗുകളിൽ നമ്മൾ എവിടെയെങ്കിലും ഇത് കാണിക്കുന്നതായിരിക്കും, ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ അക്കോമഡേഷൻ എത്താറായി. സത്യത്തിൽ നമുക്ക് ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ 7 ദിവസം ആകുമ്പോൾ കുട്ടികളും ശ്യാമള ചേച്ചിയൊക്കെ ടയേർഡായി പോയാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ക്യാരവാനിൽ തന്നെ സ്റ്റേ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 2 പേരും മാത്രമാണെങ്കിൽ ഞങ്ങൾ ക്യാരവാനിൽ തന്നെ സ്റ്റേ ചെയ്തേനെ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് വിശാലമായിട്ട് കുളിക്കാനുള്ള ബാത്റൂമും ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തത്. നമുക്കത് ഏകദേശം ഒരു 1000 പൗണ്ടിനടുത്താണ് ആ അക്കോമഡേഷൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളത്. 7 ദിവസത്തെ അക്കോമഡേഷന്. ഞാൻ നേരത്തെ ഇവിടുത്തെ റോഡുകളുടെ കാര്യം പറഞ്ഞില്ലേ, ഇവർ പ്രകൃതിയെ ഒട്ടും ഡാമേജ് ചെയ്യാതെയാണ് റോഡുകൾ ഉണ്ടാക്കുന്നതെന്ന്. അതിനുദാഹരണമാണ് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡുകൾ. ഇതൊന്നുമല്ല, ഇവിടെ ഒരുപാട് ഹെയർപിൻ വളവുകളുണ്ട്. നമുക്കതൊക്കെ വഴിയേ കാണാം. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വൃത്തിയാണ്. എന്ത് നീറ്റ് ആൻഡ് ടൈഡി ആണെന്നറിയാവോ. വഴിയിലൊന്നും ഒരു ബിന്ന് പോലും നമുക്ക് കാണാൻ പറ്റില്ല. എന്നാൽ തന്നെയും റോഡിലെങ്ങും ഒരു കടലാസ് കഷ്ണം പോലും ഇവരിട്ട് കണ്ടിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആണ്. ഇടയ്ക്കിടയ്ക്ക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന വാഹനങ്ങൾ വന്നു പോകുന്നത് കാണാം എന്നല്ലാണ്ട് ഒരൊറ്റ വേസ്റ്റ് അല്ലെങ്കിൽ ഒരു അഴുക്കോ ഒന്നും ഈ സ്ട്രീറ്റിലെങ്ങും കിടക്കുന്നത് കാണാൻ പറ്റില്ല നമുക്ക്. അത്രയേറെ വൃത്തിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അക്കോമഡേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായ കിച്ചൺ. എല്ലാ ഫെസിലിറ്റിയോടും കൂടി ഉള്ള ഒരു കിച്ചണാണിത്. അതുപോലെ തന്നെ ബെഡ്റൂം ആണേലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. സെപ്പറേറ്റ് ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയോടടുത്തിരിക്കുന്നു. നമ്മൾ വളരെ ടയേർഡാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബായ്.